ഓണമുറ്റത്തെന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ഓണമുറ്റത്തെന്ന കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഓണമുറ്റത്തെന്ന കവിത എഴുതിയിരിക്കുന്നത്. ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? വൈലോപ്പിള്ളിയുടെ വിട എന്ന കൃതിയിൽ നിന്നാണ് ഓണമുറ്റത്തെന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത്. അതിനു മുൻപ് എനിക്ക് കുട്ടികളോട് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ചോദ്യോത്തരങ്ങൾ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ആമുഖം, അതായത് ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കണം. ആമുഖത്തിന് 1 മാർക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന മാർക്കിനെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നിങ്ങൾ കളയാൻ പാടുള്ളതല്ല. അതിനായി എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓണമുറ്റത്തെന്ന പാഠഭാഗത്തെക്കുറിച്ച് നാം ചോദ്യത്തിൽ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? അതായത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ, ഇനി ശ്രീധരമേനോന് കിട്ടിയില്ലെങ്കിൽ വൈലോപ്പിള്ളിയുടെ എന്നെങ്കിലും എഴുതാം. വിട എന്ന കൃതിയിൽ നിന്നെടുത്ത ഓണമുറ്റത്തെന്ന പാഠഭാഗത്തിലേതാണ് പ്രതിപാദ്യം. ഇനി കേരളനാട്ടിൽ എങ്ങനെയാണ് ഓണക്കാലം ആഗതമാകുന്നതെന്നും ഓണത്തപ്പിനെ വരവേൽക്കാനുള്ളതും അതുപോലെ ഓണമെന്ന സങ്കല്പം ഓരോ മലയാളികളുടെ മനസ്സിലും എങ്ങനെയെല്ലാം സന്തോഷം നിറയ്ക്കുന്നു എന്നുള്ളതും പോയ കാലത്തെ ഓർമ്മകളുടെ ഒരു അയവിറക്കലും കൂടിയാണ് ഈ ഓണമുറ്റത്തെന്ന പാഠഭാഗം. നമ്മൾ പാഠം പഠിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായി ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതായത് എഴുതിയ കവിയെക്കുറിച്ച് പാഠഭാഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പറയുന്നത് നമുക്ക് ആദ്യം ശ്രദ്ധിക്കണം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എറണാകുളത്ത് കലൂരാണ് ജനിച്ചത്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അതുപോലെ ശ്രീ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് അധ്യാപകനായിരുന്നു, അതുപോലെ കേരള സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘാടകൻ എന്നൊക്കെ നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഈ പ്രധാന കൃതികളെ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതാരുടെ കൃതി, വൈലോപ്പിള്ളിയുടെ അല്ലാത്ത കൃതി ഏത്, ആയ കൃതി ഏത്, ഇങ്ങനെയെല്ലാം ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, കുന്നിമണികൾ, വിത്തും കൈക്കോട്ടും, കടൽ കാക്കകൾ, കയ്പവല്ലരി, വിട, മകരക്കൊയ്ത്ത്, മിന്നാമിന്നി, പച്ചക്കുതിര, കുട്ടിക്കവിതകൾ, മുകുളമാല, കുരുവികൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. മൃതസഞ്ജീവനി വൈലോപ്പിള്ളി എഴുതിയ കാവ്യ നാടകമാണ് മൃതസഞ്ജീവനി. ഋഷ്യശൃംഖനും അലക്സാണ്ടറും അത് നാടകമാണ്. കാവ്യലോക സ്മരണകൾ ആത്മകഥയാണ്. ഇപ്പം വൈലോപ്പിള്ളി എഴുതിയ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചാൽ കാവ്യലോക സ്മരണകൾ. ഇത്രയും നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓണമുറ്റത്ത്. ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം, മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം. അങ്ങനെയാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. അതായത് ഓണം എന്നത് കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ജാതി വർഗ മത ചിന്തകൾക്ക് അതീതമായി മലയാളികൾക്കുള്ള ഉത്സവം. മനുഷ്യനും പ്രകൃതിയും ഒന്നടങ്കം കൈകോർത്തു നിന്നുകൊണ്ട് ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങുന്നതാണ് ഓണമുറ്റത്തെന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇനി മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ ഈരടികൾ നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് ഉണർത്തുന്നു. എന്ത് രസമായിരുന്നു ഓണം! കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി കളിച്ചീരുകളൊക്കെ നടത്തി ആ ഒരു പോയ കാലം മലയാളികൾക്ക് എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് പണ്ടത്തെ ഓണക്കാലം. എന്നാൽ ഇന്ന് ഓണം യാന്ത്രികതയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം എന്താ? നമ്മുടെ യന്ത്രസംസ്കാരത്തിൻ്റെ സന്തതികളായിട്ടുള്ള ആധുനിക ജനതയ്ക്ക് ഓണം അധികം ആഘോഷിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് എന്തു ചെയ്യും?
ടിൻ ഫുഡുകളിലേക്കും ഹോട്ടലുകളിലേക്കൊക്കെ മലയാളി അവൻ്റെ ഓണത്തെ പറിച്ചു നട്ടു. കാരണം ഓണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോലിയുള്ളവർക്ക് ജോലി എടുക്കാൻ സാധ്യതയില്ല, സമയം കിട്ടില്ല, നാട്ടിലേക്ക് വരാനുള്ള സമയമില്ല. ഇതെല്ലാം ഓണത്തിനെ മലയാളിയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അതുമാത്രമല്ല, മീഡിയാസിലെ വളരെ ആ ഒരു സ്വാധീനം, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചിരിച്ച് നടന്നിരുന്ന ആ കാലത്തുനിന്ന് മാറി എല്ലാവരും TV-യുടെ ചുറ്റുവട്ടത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഓണാഘോഷം. മലയാളി ആഘോഷങ്ങൾ ആഘോഷിക്കാൻ മടി കാണിക്കുമ്പോൾ മൺമറഞ്ഞു പോകുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല ഓണസങ്കല്പങ്ങളും ഓണം എന്ന വികാരവുമാണ്. അത് നാം മറക്കരുത്. അതുപോലെ എന്താണ് ഈ പാഠത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നത്? ആദ്യ ഭാഗത്ത് പറയുന്നത് മലയാള നാട്ടിൽ വീശുന്ന ഇളം കാറ്റിനു പോലും മധുരവും ശ്രേഷ്ഠവുമായ ഒരു വികാരമുണ്ട്. ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം, മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം. അങ്ങനെയാണ് പറയുന്നത്. മലയാള നാട്ടിൽ വീശുന്ന ഇളം കാറ്റിനു പോലും വളരെ മധുരവും ശ്രേഷ്ഠവുമായ വികാരമുണ്ട്. മഞ്ഞാൽ ഈറനുടുത്ത പരിശുദ്ധ ഒരു ഭാവമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഓണത്തെ വരവേൽക്കാൻ നമ്മൾ മാത്രമല്ലാട്ടോ അണിനിരക്കുന്നത്. പ്രകൃതി അതിനു മുൻപേ റെഡിയായി കഴിഞ്ഞു. മനുഷ്യൻ മറക്കുന്നിടത്തെല്ലാം പ്രകൃതി ഉണർന്നിരിക്കും. അതായത് മഴ നനഞ്ഞ് തുമ്പകൾ കുന്നുകളിൽ നിൽക്കുന്നു. എങ്ങനെ? ചുമ്മാ നിൽക്കുമല്ല. അതായത് ഓണത്തപ്പനെ എതിരേൽക്കാൻ വേണ്ടി മലരിൻ കൂടെ നിറച്ച് നിൽക്കുകയാണ്, വിറച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തുകൊണ്ടാണ് വിറയ്ക്കാൻ കാരണം? മഴ നനഞ്ഞതുകൊണ്ട്. അപ്പോൾ തുമ്പച്ചെടികൾ എങ്ങനെയാണ് നിൽക്കുന്നത്? മഴ നനഞ്ഞുകൊണ്ട് പാവം തുമ്പച്ചെടികൾ പൂക്കൾ നിറച്ച് വിറച്ച് നിൽക്കുകയാണ്. ഓരോ മലയോരങ്ങളിലും ഓരോ കുന്നിൻ പ്രദേശങ്ങളിലും. അപ്പോൾ മലരിൻ കൂടെ നിറച്ച് വിറച്ച് നിൽക്കുന്നതാര്? തുമ്പകൾ. എങ്ങനെ നിൽക്കുന്നു? മലരിൻ കൂടെ നിറച്ച്. ആരെ വരവേൽക്കാൻ? ഓണത്തപ്പനെ വരവേൽക്കാൻ. ആ ഒരു ഭാഗം മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക്. മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂടെ നിറച്ച് വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും. ഇപ്പൊ മേടുകൾ തോറും നിൽക്കുന്നതാരാ? തുമ്പകൾ. ഇനി തിരികൾ തെറുത്തു കൊളുത്താനുറ്റ മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കൂറ്റികൾ. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാ പഠിക്കണ്ടേ? ആദ്യം തുമ്പ, സെക്കൻഡായിട്ട് രണ്ടാമത് പറയേണ്ടത് മുക്കൂറ്റികൾ. അങ്ങനെ വേണം നിങ്ങൾ 1 by 1 ആയിട്ട് പോയിന്റ് വൈസ് ചെയ്ത് പഠിച്ചാൽ ഏത് പാഠവും വളരെ എളുപ്പമായി അനുഭവപ്പെടും. അപ്പം അടുത്തതായിട്ട് എങ്ങനെയാണ്? മുഹൂർത്തം കാത്ത്, തിരികൾ തെറുത്ത് കൊളുത്താനുള്ള മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരൽ. അതായത് നമ്മുടെ ഒരു ആഘോഷം നടത്തുമ്പോൾ മുഖ്യ അതിഥി വരുമ്പോൾ നമ്മൾ ഉദ്ഘാടന കർമ്മം അപ്പോഴാണല്ലോ നിർവഹിക്കുന്നത്. ഇവിടെ ഓണത്തപ്പനാകുന്ന ആ ചീഫ് ഗസ്റ്റിനെ, ആ മുഖ്യാതിഥിയെ എതിരേൽക്കാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് വേണം ഓണാഘോഷങ്ങൾ തുടങ്ങുവാനായിട്ട്. എങ്ങനെ നിൽക്കുന്നു? തിരികൾ തെറുത്ത് കൊളുത്താനുള്ള മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കൂറ്റികൾ എന്നാണ് പറയുന്നത്. വിളക്ക് തെളിക്കാൻ അക്ഷമയോടെ, ക്ഷമയില്ലാതെ കാത്തിരിക്കുകയാണ്. അക്ഷമ, അതായത് ക്ഷമ കെട്ടു നോക്കിയിരുന്ന് ഒരു വർഷക്കാലം കൊണ്ട് മലയാളി നോക്കിയിരിക്കുന്നതാണ് ഓണം ആഘോഷിക്കാൻ. വിളക്ക് തെളിക്കാൻ അതായത് അക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് ആര്? മുക്കൂറ്റികൾ. ഇനി ദീപക്കുറ്റികൾ നാട്ടിയിരിക്കുന്നു. അതായത് ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ദീപക്കുറ്റികൾ തിരികൾ തെറുത്ത് കൊളുത്താനുള്ള മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെയാണ് ആര് നിൽക്കുന്നത്? മുക്കൂറ്റികൾ നിൽക്കുന്നത്. അതായത് ഒന്നുകൂടി പറയാം, മുഖ്യാതിഥി വരുമ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെങ്കിൽ തിരിയൊക്കെ തെറുത്ത് നിൽക്കണം. അതുപോലെ നമ്മുടെ ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാത്ത് അക്ഷമയോടെ നിൽക്കുകയാണ്. എങ്ങനെ നിൽക്കുന്നു? ദീപക്കുറ്റികൾ നാട്ടി, ദീപശിഖയും പിടിച്ചുകൊണ്ട് കുഴഞ്ഞു മടങ്ങിയ നോക്കി നിന്നും മടുത്തു. അതാണ് കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ഇരിക്കുകയാണ് നറുമുക്കൂറ്റികൾ. അടുത്തത് പറയുന്നത് ആരാണ്? അപ്പം ഞാൻ ആദ്യം തുമ്പ പറഞ്ഞു, രണ്ടാമത് മുക്കൂറ്റി പറയുന്നു, മൂന്നാമത് പറയുന്നത് ഏതുമുറങ്ങാതെമ്പാടും വയലേലകൾ തോറും അതായത് ഏതുമുറങ്ങാതെമ്പാടും വയലേലകൾ തോറും
നടുവില്ലെരിയും വെള്ളിത്താലമെടുത്തു നിന്നു ലസിപ്പൂ നെയ്യാമ്പലുകൾ. എന്താ നെയ്യാമ്പലുകൾ? അതായത് ആമ്പലുകൾ പലതരമുണ്ട്. അതിലൊന്നാണ് ഈ നെയ്യാമ്പൽ എന്ന് പറയുന്നത്. അതായത് ആമ്പൽ നിൽക്കുന്നത് എവിടെയാ? എങ്ങനെ നിൽക്കുന്നു? ഉറങ്ങാതെ. ഉറങ്ങാതെ എവിടെ നിൽക്കുന്നു? വയലേലകൾക്ക് നടുവിൽ. എങ്ങനെ നിൽക്കുന്നു? അതായത് നടുവിലെരിയുന്ന പൊൽക്കിഴി, സ്വർണക്കിഴിയുമായി നിൽക്കുകയാണ്. എങ്ങനെ നിൽക്കുകയാണ്? വെള്ളിത്താലമെടുത്ത് നിന്ന് വിളങ്ങുകയാണ് ആമ്പലുകൾ. ഉറങ്ങാതെ വയലേലകൾ, വയലെന്ന് വെച്ചാൽ എന്താണ്? കണ്ടം, പാടം എന്നൊക്കെ പറയും. ഉറങ്ങാതെ വയലേലകൾക്ക് നടുവിൽ എരിയുന്ന പൊൽക്കിഴിയുമായി, സ്വർണക്കിഴിയുമായി വെള്ളിത്താലമെടുത്ത് നിൽക്കുകയാണ്. അതായത് ഈ ആമ്പലൊക്കെ നിൽക്കുന്നത് പാടങ്ങളിൽ നിൽക്കുമ്പോൾ അത് നല്ലോണം വിടർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ വിടർന്ന് നിൽക്കുന്ന ആമ്പൽ പൂവിൻ്റെ മധ്യഭാഗത്തിൻ്റെ കളറും മഞ്ഞയാണ്. സ്വർണം അതിൻ്റെ നിറവും മഞ്ഞയാണ്. ആ മഞ്ഞലോകത്തിൻ്റെ അതായത് എന്താണ്? ഈ ഓണത്തപ്പന് കാഴ്ചദ്രവ്യം കൊടുക്കാൻ അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെയാണ് നെയ്യാമ്പൽ നിൽക്കുന്നതെന്ന്. ഉറങ്ങാതെ വയലേലകൾക്ക് നടുവിൽ എരിയുന്ന പുൽക്കിഴിയുമായി. കിഴി കൊടുക്കുന്ന ആർക്കാ? ഓണത്തപ്പന്. നടുവിൽ എരിയുന്ന പുൽക്കിഴി എന്ന് പറയാൻ കാരണം ആ പൂക്കൾ വിടർന്ന് നിൽക്കുമ്പോൾ, അതായത് നെയ്യാമ്പലുകൾ വിടർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗം മഞ്ഞ നിറത്തിൽ കാണപ്പെടും. അതായത് പൂമ്പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. അത് സ്വർണ്ണക്കിഴിയായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചത്. കാരണം വിടർന്ന് നിൽക്കുകയാണ് ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട്. വെള്ളിത്താലമെടുത്ത് നടുവിലെരിയുന്ന പുൽക്കിഴിയുമായി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ അതുപോലെ തന്നെ അതിനെ ഒന്നുകൂടി വിശദീകരിക്കാം. വെള്ളിത്താലത്തിൽ വിളക്ക് വച്ചതുപോലെ ഒട്ടും ഉറങ്ങാതെ വയലേലകൾ തോറും നെയ്യാമ്പലുകൾ നിരന്ന് നിൽക്കുന്നു. നെയ്യാമ്പലുകൾ നിൽക്കുന്നു. അപ്പൊ തുമ്പ, മുക്കൂറ്റി, നെയ്യാമ്പൽ. അതായത് നാലാമത് പാപ്പ തുമ്പ, മുക്കൂറ്റി, നെയ്യാമ്പൽ. നെക്സ്റ്റ് വണ്ണായിട്ട് പറയുന്നത് കാലേരാവു നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകി തൂമയിലെതിരേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയാണ് ഓണത്തപ്പൻ. ഇവരൊക്കെ പ്രകൃതി തന്നെ ഇങ്ങനെ നിന്നപ്പോൾ രാത്രി ഒട്ടും മടിച്ചില്ല. രാത്രി എന്ത് ചെയ്തു? നല്ല നിലാവ് പൊഴിച്ചു. എങ്ങനെയുള്ള നിലാവ്? ഓണനിലാവ്. ആ ഓണനിലാവിൻ്റെ പ്രത്യേകത എന്താണ്? കമുകിൻ പൂവരി എന്നാണ്, തൂകിയ വഴിയെ. അതായത് കമുകിൻ പൂവരി എന്ന് പറഞ്ഞാൽ അത് എണ്ണമറ്റതാണ്. അത് ധാരാളം അരികളുണ്ടാവും. അതുപോലെ നല്ല നിലാവ്, ധാരാളം നിലാവ്, രാത്രി നല്ല നിലാവ് പൊഴിച്ചു കൊടുത്തു. അതാണിവിടെ ഉദ്ദേശിക്കുന്നത്. കമുകിൻ്റെ പൂക്കൾ വാരി വിതറിയിട്ടിരിക്കുന്ന പോലെ ധാരാളം നിലാവുകൾ വീണ് കിടക്കുന്ന വഴിയോരങ്ങളിലൂടെ ഓണത്തപ്പൻ എഴുന്നള്ളി വരികയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കാലേരാവു നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകി തൂമയിലെതിരേറ്റങ്ങനെ നിൽക്കും വഴിയെ. ഏത് വഴി? എങ്ങനെയുള്ള വഴിയെ? രാത്രി കമുകിൻ പൂവരി വാരിയിട്ടിരിക്കുന്നത് പോലെ നല്ല നിലാവാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? നിലാവിൻ്റെ അലകൾ വീണ് കിടക്കുന്ന വഴിയോരങ്ങളിലൂടെ ഓണത്തപ്പൻ, നിലാവാൽ അലങ്കൃതമായിരിക്കുന്ന വഴിയിലൂടെ ഓണത്തപ്പൻ എഴുന്നള്ളി വരുന്നു. ആ വഴിയിലൂടെ എഴുന്നള്ളി വരികയാണ് ഓണത്തപ്പൻ. അപ്പോൾ തുമ്പ, മുക്കുറ്റി, നെയ്യാമ്പൽ, അതായത് നിറനിലാവ്. ഈ ഓണത്തപ്പൻ വരുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എന്താ പറയുന്നേ? ആർപ്പു വിളിക്കുവിനുണ്ണികളെ അലകടലേ. ആർപ്പു വിളിക്കുന്നത് ആരോടാണ് ആർപ്പു വിളിക്കാൻ പറയുന്നത്? ആർപ്പു വിളിക്കുവിൻ ഉണ്ണികളെ അലകടലേ. മേന്മേൽ കുരവയിടൂ കൊച്ചരുവികളെ ചെറുകന്യകളെ. നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. ഇതിലും നല്ലൊരു അതിഥി ഇനി നമുക്ക് ആരാണ് വരാനുള്ളത്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരോടാണ് ആർപ്പ് വിളിക്കാൻ? അതായത് ആഘോഷത്തിൻ്റെ ആരംഭമാണ് ആർപ്പ് വിളി. ആർപ്പ് വിളിക്കുവിൻ ഉണ്ണികളെ, അതായത് ഉണ്ണികളോടും അലകടലിനോടുമാണ് ആർപ്പ് വിളിക്കാനുള്ളത്. അപ്പോൾ ഈ പാഠഭാഗം ശ്രദ്ധിക്കുമ്പോൾ വൺവേഡുകളൊക്കെ ഇങ്ങനെ കയറി കയറി വരും. അതൊക്കെ മനസ്സിൽ ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും കോട്ട് ചെയ്ത് വെക്കുക. ആരോടാണ് ആർപ്പ് വിളിക്കാൻ പറയുന്നത്? ഉണ്ണികളോടും അലകടലിനോടും. മേന്മേൽ കുരവയിടൂ, ഉച്ചത്തിൽ കുരവയിടൂ. ആരോടാ കുരവയിടാൻ പറയുന്നത്? അതായത് കൊച്ച് അരുവികളോടും ചെറു കന്യകളോടും. കൊച്ചരുവികളോടും ചെറു കന്യകളോടുമാണ് കുരവയിടാൻ പറയുന്നത്. എന്തുകൊണ്ടാ? ഇതിലും നല്ലൊരു അതിഥി നമുക്കിനി വരാനില്ല.
അപ്പോൾ ഇതിലും നല്ലൊരു അതിഥി നമുക്ക് വരാനില്ലാത്തത് കൊണ്ട് നമ്മൾ ആർപ്പ് വിളിക്കൂ അലകടലെ, ഉണ്ണികളോടും കടലിനോടും ആർപ്പ് വിളിക്കാൻ പറയുന്നു, കൊച്ചരുവികളോടും ചെറുകഞ്ഞികളോടും കുരവയിടാൻ പറയുന്നു. നമുക്ക് ഇതിലും വലിയൊരു അതിഥി ഇനി വരാനില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ഞാനിവിടെ സമാപിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, അധികമായി കഴിഞ്ഞാൽ എല്ലാം കൂടെ പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.